ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഞങ്ങൾ ലൈറ്റ് ഞങ്ങൾ നോമ്പറക്കുള്ള പരിപാടി വെച്ചാൽ ഞങ്ങൾ ഓഫീസിൽ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ട് നേരെ ഇവിടുന്ന് പള്ളിക്കുന്ന ചോറ് അവിടുന്ന് മേടിച്ചിട്ടാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കൽ. അവിടുന്ന് കിട്ടുന്ന ഫുഡാണ്. പക്ഷേ ഇന്ന് നമുക്ക് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും ലീവാണ്. കണ്ണു തീർച്ച ഞങ്ങളിവിടെ റൂമിൽ തന്നെ ഒരു പരിപാടി സെറ്റാക്കാൻ വിചാരിച്ചു. നമ്മൾ നോമ്പറക്കേണ്ട പരിപാടി സെറ്റ് അയച്ചപ്പോൾ നമ്മൾ പത്തിരി ഞങ്ങൾ പുറത്തുനിന്ന് നമ്മൾ പത്തിരി എല്ലാവർക്കും പോയി. നമ്മുടെ നാട്ടിലൊക്കെ ആകുമ്പോഴത്തേ നമ്മൾ പത്തിരി എന്നിട്ടല്ല നമ്മൾ എല്ലാ പേരിലും പത്തിരിയാത്ത വീടുകളും ഉണ്ടാവില്ല. മിക്കവാറും എല്ലാ വീട്ടിലും പത്തിരി തന്നെ കഴിക്കണം. അപ്പോൾ അതിനൊക്കെ ഞങ്ങൾ പത്തിരിയും ചിക്കൻ കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ചിക്കൻ കറി പിന്നെ നമ്മൾ സ്പെഷ്യലിസ്റ്റ് റെസിപ്പി ഉണ്ടാക്കും. അതിലേക്ക് നമ്മൾ കടക്കതിന് മുന്നേ നമ്മൾ നോമ്പിൻ്റെ അടുത്ത പരിപാടി സെറ്റായതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് കാണാം. ശേഷം കൂടെ കിച്ചൺ ഞങ്ങൾ ഏകദേശം ഉള്ളിയും തക്കാളി കൂടെ കട്ട് ചെയ്ത് ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കിച്ചണിൻ്റെ സെറ്റപ്പ് നമുക്ക് നോക്കണ്ട. നമ്മൾ കുറച്ച് നമ്മൾ കിച്ചൺ യൂസ് ആക്കില്ല. നമ്മുടെ റൂമിലെല്ലാം ആദ്യമൊക്കെ മെസ്സ് നമ്മുടെ റൂമിൽ ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ ഉണ്ടാക്കിയൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പോൾ കുറേ ആയിട്ട് കിച്ചണിൻ്റെ ഇതായിട്ടൊന്നും സെറ്റ് എന്നാലും നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ചിക്കൻ കറി നമ്മൾ ഉണ്ടാക്കുന്നത് ഫ്രൂട്ട്സുള്ള പൊരിക്കടി വെച്ചാൽ നമ്മൾ ഒഴിവാക്കി. പൊരിക്കടി നമ്മൾ കട്ടാണ്. നമ്മൾ ഫുള്ള് ഡയറ്റിന് ടീമായിട്ട് നമ്മൾ വൃത്തിക്ക് ഇതോടെ കട്ട് ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ട്. ഒരായി കൊടുക്കുന്നത് എന്താണ് റഫീഖിന് നോമ്പറിന്റെ നമ്മള് നോമ്പ് എന്ന് പറയുമ്പോ നമ്മളെ ഇപ്പൊ ഞാനൊക്കെ ഇവിടെ ഇപ്പൊ ഒരു 4 വർഷമായിട്ട് ഇപ്പൊ ഇവിടെ തന്നെ 3 വർഷമായിട്ട് ഞാൻ ഇവിടെ നോമ്പ് കൂടുന്നത്. എനിക്ക് എന്റെ ഒരു എത്ര ആയിട്ട് ഇപ്പൊ നാട്ടില് നോമ്പ് കൂടിയിട്ട് പറഞ്ഞു 10 കൊല്ലായി. 10 കൊല്ലം 10 കൊല്ലായി. എനിക്കൊക്കെ വെച്ചാല് നമുക്ക് നോമ്പ് അറിയുമ്പോ നമുക്ക് നല്ല നാട്ടില് വേറൊരു വൈബ് തന്നെ നോമ്പിന്. അപ്പൊ എന്റെ നോമ്പിനെ പറ്റി നാട്ടിലെ നോമ്പുകൾ നമുക്ക് മിസ്സാവുണ്ടല്ലോ. എങ്ങനെയാണ് എന്റെ അതല്ല നാട്ടില് എനിക്ക് നോമ്പറക്കളി പൂജ ഉണ്ടാവില്ല. അതില്ല എനിക്ക് നാട്ടില് നോമ്പറക്കിൽ എങ്ങനെ ഇപ്പൊ ഭയങ്കരമായിട്ട് പണ്ടൊക്കെ ആവുമ്പോ തന്നെ എങ്ങനെയാണ് എന്റെ വീട്ടിലെ നോമ്പറക്കൽ എങ്ങനെ ഈത്തപ്പഴോ വെള്ളമൊക്കെ അങ്ങനെയല്ല. നാട്ടിലുണ്ടാവുമ്പോ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ട്. ഈ കല്യാണം കഴിഞ്ഞ ശേഷം നോമ്പ് നാട്ടില് കൂടിയിട്ടില്ലേ? നോമ്പിന് കൂടിയിട്ടുണ്ട്. എങ്ങനെയാണ് അപ്പൊ നിങ്ങള് വീട്ടിലൊക്കെ ഫുഡൊക്കെ? അപ്പൊ ഈ റഫീഖ് പറയും എങ്ങനെയാ വെച്ചാൽ നോമ്പിന്റെ ഒരു വിശേഷങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇവിടെ കുറെ ആയിട്ട്. ഇപ്പൊ നമ്മൾ ഇവിടെ തന്നെ അല്ല. ഇപ്പൊ ഞങ്ങൾ 3 വർഷമായിട്ട് 4 വർഷമായിട്ട് ഞങ്ങൾ ഒരു കമ്പനി ഞങ്ങൾക്ക് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ ഞങ്ങൾ നോമ്പറക്കില് ഇപ്പൊ കഴിഞ്ഞ വർഷം പിന്നെ ഞങ്ങൾ പുതിയ ഡിസൈൻ പ്ലേറ്റ് നമ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. പുതിയ ഡിസൈൻ ഇറങ്ങിയപ്പോ അപ്പോ അതിന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ നോമ്പ് വെച്ചാൽ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നമ്മള് ഇവിടെ പുതിയ ഡിസൈൻ ഇറങ്ങുമ്പോ വെച്ചാൽ എങ്ങനെയാണ് ഇവിടെ ഭയങ്കരമായിട്ടുള്ള വർക്ക് ഉണ്ടാവില്ല. എന്നുവെച്ചാൽ അന്ന് നമ്മള് ഫസ്റ്റ് ടൈമാണ് ഇവിടെ ഷാർജിന്റെ കുറെ കാലമായിട്ട് പഴയ ഡിസൈനിൽ എന്തിന്റെ പ്ലേറ്റ് അതിന്റെ പുതിയ ഡിസൈൻ ഇറങ്ങിയ വന്നിട്ട് ആ തിരക്കെന്ന് പറഞ്ഞാൽ ആ നാലേക്ക് എത്ര ഭയങ്കര തിരക്കാണ്. നമ്മള് കുറെ ആയിട്ട് ബുദ്ധിമുട്ട് നമ്മള് വർക്കിന്റെ ഇതാണ്. പക്ഷെ നോമ്പിന്റെ ടൈമും നോമ്പും ഒക്കെ പാടി നമ്മളെങ്ങനെ രാവിലെ ഡ്യൂട്ടി കണ്ടിറങ്ങും. പിന്നെ ഫുള്ള് കഴിഞ്ഞില്ല നോമ്പറക്കാൻ റൂമൊക്കെ വരും. നോമ്പറിന് സെയിം അതേമാതിരി തിരിച്ചു പോകുമ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായി. ചെമ്മത്തിന് പോകാൻ പോയിട്ട് അപ്പൊ അങ്ങനത്തെ കഴിഞ്ഞ പ്രാവശ്യം നോമ്പ് വെച്ചാൽ നമുക്ക് ആലോചിക്കാൻ തന്നെ പറ്റാത്ത അങ്ങനത്തെ നോമ്പിൽ ശ്രദ്ധിക്കാൻ ഡ്യൂട്ടിയിൽ പോയി. കഴിഞ്ഞ പ്രാവശ്യം നോമ്പ് ഫുള്ള് ഡ്യൂട്ടിയിൽ അന്നത് പോയി. അപ്പൊ ഈ പ്രാവശ്യത്തെയാണ് ഇപ്പൊ അനന്തര കുഴപ്പമില്ല. സാധാ പോലത്തെ ഡ്യൂട്ടി തന്നെ ആയിട്ടുണ്ട്. ഇപ്പോഴിപ്പോ നമ്മള് റൂമില് ഫുഡ് ഉണ്ടാക്കുന്നത് ഇപ്പൊ നോമ്പറൊക്കെ ഉണ്ട്. പത്തിരിക്കപ്പുറത്തുണ്ട്. പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാള്ളാ സെറ്റപ്പ് കറി പിന്നെ റഫീഖ് സെറ്റായിക്കൊണ്ടിരിക്കുന്നത്. റഫീഖിന്റെ കറി വെച്ച് കഴിഞ്ഞാൽ പറയേണ്ട ആവശ്യമില്ല ഗൈസ്. അത്രക്ക് മാഷാ അത്ര ടേസ്റ്റ് ഉണ്ടാവും. നമ്മളെ ചെക്കന്മാരിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കാം. ഗൈസ് ഞങ്ങളിപ്പോ റൂമിലാണ് നോമ്പൊക്കെ വെക്കുന്ന സാധനങ്ങളൊക്കെ കൂടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മളെല്ലാവരും കൂടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. നിങ്ങൾ നോമ്പിന്റെ ഒരു വിശേഷങ്ങൾ പാസിൽ എന്തൊക്കെ പറയും? നമ്മുടെ നാട്ടിലൊക്കെ ആവുമ്പോ ഇപ്പൊ എത്ര വർഷമായി ഇപ്പൊ അവിടെ നോമ്പ് കൂടിയിട്ട് നാട്ടിൽ കൂടിയിട്ട്? എത്ര വർഷമായി വാസിയ? 4 വർഷം. 4 വർഷമായി. എങ്ങനെയാ നാട്ടിൽ തന്നെ നോമ്പ് എങ്ങനെയാണ്? അവിടെ മരുഭം അങ്ങനെ നോമ്പറക്കും, ഇവിടെ മരുഭം നോമ്പറക്കും. അതാകുമ്പോ വൈകുന്നേരം വീട്ടിൽ കണ്ട് ചെന്നാൽ മതി, എല്ലാം റെഡി ആവും. ഇതിവിടെ നമ്മൾ റെഡി ആക്കണം.
നമ്മളെ നശീകാട് ചോദിക്കാം. നശീക പറയും നിങ്ങള് എത്ര വർഷമായി നശീങ്ങള് അതല്ല എത്ര വർഷമായി ഇപ്പൊ നോമ്പ് ഇവിടെ നിങ്ങളിപ്പോ എത്ര വർഷമായി ഇവിടെ? വർഷക്കണക്ക് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇപ്പൊ 10-14 വർഷമായി. അതല്ല ഇതിന്റെ ഇടയിൽ നിങ്ങൾ നോമ്പ് നാട്ടിൽ കൂടിയിട്ടുണ്ട്? ഞാന് ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യം കൂടിയിട്ടുള്ളൂ. ഈ ഗൾഫിൽ വന്നതിന് ശേഷം കഴിഞ്ഞ വർഷം വർഷം നോമ്പൂണ്. നോമ്പൊക്കെ നിങ്ങളാവുമ്പോ നമ്മളെ നാട്ടിലിപ്പോ ആവുമ്പോ എങ്ങനെയൊക്കെ അവസ്ഥ? പക്ഷെ നോമ്പ് സത്യത്തിൽ രസപ്പെടുകയാണ് നമുക്ക്. നോമ്പ് തുറന്റെ പരിപാടി മാത്രമേ നാട്ടില് നമുക്ക് രസമുള്ളൂ. ഫുഡിന്റെ കാര്യത്തിൽ നാട്ടിലൊക്കെ. പക്ഷെ ഇവിടെയാണ് നമുക്ക് നോമ്പ് തോൽക്കാൻ പറ്റിയത്. ഇവിടുത്തെ കണ്ടീഷനിലാണ്. അവിടുത്തെ നോമ്പ് നിങ്ങൾക്ക് പണ്ടൊക്കെ ആവുമ്പോ നിങ്ങൾക്ക് സത്യത്തിലാവണം. നാട്ടിൽ നോമ്പോറന്റെ പരിപാടികള്, നമ്മളെ ഈ പൊരിക്കടികള്, അതൊക്കെ നാട്ടിലാണ് സെറ്റ്. ഇവിടെ അതിനുള്ള സമയം നമുക്ക് കിട്ടുന്നില്ല. ഉണ്ടാക്കിയ സമയമുള്ള നമ്മൾ പരമാവധി തന്നെ ഇവിടെയാണ് നോമ്പ് അടിപൊളി എന്ന് പറഞ്ഞത്. നമുക്ക് ഇനി മൂസിന്റെ അടുത്ത് നോമ്പ് ഇപ്പോ പറഞ്ഞ പോലെ തന്നെ നാട്ടിലാണ്. നമ്മളെ നാട്ടിലത്തെ ആ ഒരു തറാവി കൂടിയിരിക്കലും ആ ചെക്കന്മാര് കൂടിയിരിക്കലും ഒക്കെ ഭയങ്കര മിസ്സിങ് ആവുന്നുണ്ട്. പിന്നെ ആ വൈകുന്നേരം ആ ക്രിക്കറ്റ് കളിയും എല്ലാം ഭയങ്കര മിസ്സാണ്. പക്ഷെ എന്താ ചെയ്യാ, നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെ പോയി. ഞാൻ കൂടിയിട്ടില്ല, ഇതുവരെ കൂടില്ല. 4 വർഷമായി കൂടിയിട്ട്. ഇവിടെ അവിടെ നാട്ടിലാകുമ്പോ നമ്മളിപ്പോ തറാവിക്കാരൻ വീട്ടിൽ തന്നെ ഇറങ്ങും. പിന്നെ നമ്മള് പിന്നെ പുറത്തൊരു കളിക്കൽ അതിന്റെ പരിപാടിയൊക്കെ കയറും. ഇവിടെ തറാവീന് ഇപ്പോ ഈ ഒരു റമദാനായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ കാല് വല്ലാത്തൊരു വേദന അനുഭവപ്പെട്ടപ്പോ പോകാൻ പറ്റാത്തൊരവസ്ഥ ആയി പോയി. അതുകൊണ്ട് പോയിട്ടില്ല. എന്നാലും ഓക്കെയാണ്. നമ്മളെന്നാലും ഈ ഭാഗത്തുള്ളതൊക്കെ ചെയ്താൽ നോമ്പ് ഇവിടെ രസം. പക്ഷെ നാട്ടിലെ ആ ഒരു വൈബെല്ലാം മിസ്സാവുന്നുണ്ട്. നമ്മളിപ്പോ നമ്മളെ സിറ്റുവേഷൻ ആണല്ലോ, ഒന്നും കുഴപ്പമില്ല. അൽഹംദുലില്ലാഹ് ഉഷാറാണ്. കുഴപ്പമില്ല ഗൈസ്. ഞങ്ങളെ അയൽവാസിയായിട്ടുള്ള നമ്മള് ഷമ്മാസ് ഉണ്ട്. നമ്മളിപ്പോ ഷമ്മാസ് ഞങ്ങളെ കൂടെ ഉണ്ട്, ഇവിടെ തന്നെ ഉള്ളതാണ്. ഷമ്മാസ് നോമ്പിനായിട്ടുള്ള വിശേഷങ്ങൾ? നോമ്പിന് നമ്മള് പ്രവാസിയായിട്ട് 4 വർഷമായി. 5-ാമത്തെ വർഷം നോമ്പ്. അതിൽ കഴിഞ്ഞ വർഷം നാട്ടിൽ പോയി നോമ്പ് 20. പിന്നെ നാട്ടിലത്തെ നോമ്പ് വേറെ തന്നെയാണ്. പക്ഷെ ഇവിടെ ഒരു വേറെ നോമ്പാണ്. പിന്നെ എന്താ പറയാ, നാട്ടിലാകുമ്പോ ഒന്നും കൂടി രസമാണ്. ചെക്കന്മാരും എല്ലാരും ഉണ്ടോ, നമ്മൾ പുറത്ത് കറങ്ങാൻ പോകുന്നു, തറാവിക്ക് ഇറങ്ങിയിട്ട്. പിന്നെ അങ്ങനെ ഇവിടെ ആകുമ്പോ അങ്ങനെയല്ല. ഇവിടെ ഡ്യൂട്ടി റൂം അങ്ങനത്തെ ഒരു പരിപാടിയാണ്. പിന്നെ കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. എനിക്ക് അവിടുത്തെ നോമ്പാണ് ഇവിടെ നോമ്പാക്കാൻ ഇഷ്ടം. എങ്ങനെയാ അവിടുത്തെ നോമ്പ് കമ്പയർ ചെയ്യുമ്പോ ഏത് നല്ലത്? അവിടുത്തതായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പൊ സാഹചര്യം അങ്ങനെ ആയി പോയി നമ്മളെ. അപ്പൊ ഇവിടെയാണ് ഒന്നും കൂടി അടിപൊളി ഇപ്പൊ തോന്നണേ. എല്ലാരും ചെക്കന്മാരൊക്കെ ആയതുകൊണ്ട്. നമ്മള് ഫാസിലപ്പോ ഇവിടെ വത്ത കട്ട് ചെയ്യാൻ വേണ്ടിട്ട് കൊടുന്നിക്കണ്. വത്ത കട്ടിങ് ആണ് ഇവിടെ ഉള്ളത്. സൈഡ് ഫുള്ള് അരിഞ്ഞിട്ട് നേരെ വത്ത കട്ട് ചെയ്യാൻ ഫാസിലിനെ കഴിച്ചിട്ട് ഇവിടെ ആൾക്കാരുള്ളൂ. വെറൈറ്റി ഒരു വത്ത കട്ടിങ് ആണ്. പോണ്ടല്ലോ പറയണ്ട് പറഞ്ഞോളി. ഒരു വീഡിയോ കണ്ടാണ് ഫാസിൽ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യം. ഫാസ് പിന്നെ കട്ടിങ് വേറെ ലെവലാണ്. നമ്മള് ദുബായിലെ രാജകുമാരൻ ഷബീർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഷബീറിന്റെ നാട് വെച്ചാല് ഇന്ന് കണ്ണൂരാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഷബീറിന്റെ നാട്ടില് നല്ല പൊരിക്കടിയില് പരിപാടികളൊക്കെ ഉണ്ടാവും. ഷബീർ എന്റെ നാട്ടിലത്തെ ഒരു വിശേഷങ്ങൾ പറഞ്ഞാണ്. നാട്ടില് നോമ്പറക്കെല്ലാം വിശേഷങ്ങൾ പറയും.
ഷബീർ മറ്റേ ക്യാമറ ഷെയ്ങ് ആളാണ്. അതാണ് ഭയങ്കര ക്യാമറ. ഇങ്ങനെ ഒരു കട്ടിങ്ങൾ കണ്ടുകളെന്ന് എനിക്ക് ഡൗട്ടാണ്. കാരണം വെച്ചാൽ ഇത് കണ്ടിട്ടുണ്ടാവുക ചിലപ്പോൾ, പക്ഷെ ഇത് ഫാസിലിന്റെ രൂപത്തിലുള്ള ഒരു ഇത്ര അടിപൊളിയായിട്ട് പത്ത കട്ട് ചെയ്യാമെന്നുള്ളത് ഫാസിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇത്ര നൈസായിട്ട് കട്ട് ചെയ്യണ ഒരാളെ എന്റെ ലൈഫിൽ കണ്ടില്ല. ഫാസിലിന്റെ ബെസ്റ്റ് കട്ടിങ് ഇതേക്കാരെന്ന് എനിക്ക് തോന്നുന്നത്. മൊത്തം ഫാസിലെ കട്ട് ചെയ്യണ, പക്ഷെ മൊത്തം ബുദ്ധി പോണ ഷമ്മാസിന്റെ ആണ്. ഇപ്പൊ എല്ലാവർക്കും സംശയം ഉണ്ട് ഫാസിൽ കട്ട് ചെയ്യണ ആ പാത്രം ഇത് നമുക്ക് ഇവിടെ മജ്ലിസിൽ കൊടുക്കണ ഫുഡ് കൊടുക്കുന്ന പാത്രങ്ങളാണ് ഈ സംഭവം. നമുക്ക് ഒരു പ്രാവശ്യം കിട്ടിയതാണ്. പിന്നെ നമ്മൾ ഇതേമാതിരി കട്ട് ചെയ്യാനുള്ള പരിപാടികളൊക്കെ നമുക്ക് ഏർപ്പെടുത്തു പോയിട്ട് ഇങ്ങനെ നോക്കും. അപ്പൊ നമ്മള് വീണ്ടും നമ്മള് കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോ ചിക്കൻ ആയിട്ടുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മസാല കയറിപ്പോൾ സെറ്റ്. അപ്പൊ ഞാൻ നെക്സ്റ്റ് ടൈം ചിക്കൻ ഇടുന്നില്ല, ചിക്കൻ കറിയാവുള്ളൂ. അപ്പൊ തേങ്ങ പൊടയുണ്ട് പൈസ, തേങ്ങ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ നല്ല വറുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഈ കറി കൂട്ടിട്ട് നിങ്ങളൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങള് നമ്മളതിന്റെ വിശേഷങ്ങൾ പറയണ്ടേ. ഈ കറി എങ്ങനെ ഉണ്ടായിരുന്നു കാണുമ്പോ തന്നെ മനസ്സിലാവും. പക്ഷെ അടിപൊളി കറിയാണ്. ജ്യൂസ് ഉണ്ട് ഫാസിലിന് വകത് അവക്കാടോ ജ്യൂസ് നമ്മൾ സെറ്റ് ആക്കണ്ടേ. ഫാസില് അവക്കാടോയിൽ നമ്മൾ എന്തൊക്കെയും ഇതെങ്ങനെ ടേസ്റ്റ് കൂട്ടാം ഈ അവക്കാടോ ജ്യൂസ് എന്നുള്ളത് ഫാസില് പറഞ്ഞിരുന്നു. ഫാസില് പക്ഷെ എന്നാലും ഫാസില് നമ്മളെ ഫോളോവേഴ്സിന് വേണ്ടി സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഫാസിൽ അത് റിവ്യൂ ഫാസി പറയേ അങ്ങനെ പറയല്ലേ. ഇവർക്ക് വേണ്ടി പറഞ്ഞത് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിട്ട് അവക്കാടോ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കാം നല്ല ഇത്രയും അടിപൊളി. ഇതിന് പഴം എന്താ യൂസ് ചെയ്യണം? ഇപ്പൊ നമ്മള് പഴം യൂസ് ചെയ്യണല്ലേ നമ്മൾ അവക്കാടിൽ. അപ്പൊ കഴിച്ച അവക്കാടില് പഴം മിക്സ് ചെയ്ത് അടിച്ച് നല്ല സെറ്റ് ആവുന്ന പറയുന്നത്. അടിപൊളിയാവുന്ന ഫാസിൽ പറയുന്നത്. അവന്റെ കുറിച്ച് പറയും. ഫാസിൽ കൂടുതൽ ഏറ്റവും അടിപൊളി ജ്യൂസ് മേക്കർ ആയാലും ഫാസിലും പിന്നെ ഷമ്മാസും. ഇപ്പൊ രണ്ടാളും കൂടെ കൊളാബ് ചെയ്ത് ഉണ്ടാക്കാണ്. പിന്നെ ജ്യൂസ് അത്ര നമ്മൾ കുടിക്കാതെ തന്നെ അത്ര ടേസ്റ്റ് ഉണ്ട്. കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും. നല്ല ഇവിടെ നമ്മള് റൂമിൽ വെച്ചിട്ട് നല്ല അടിപൊളി ഫുഡ് കുക്ക് ചെയ്യണത് നമ്മള് റഫീഖ്. റഫീഖ് ഇവിടെ ഇല്ല. അവൻ നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും ഫുഡ്. പക്ഷെ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും അടിപൊളി ആവലുണ്ട്. കോളാന്ന് പറഞ്ഞു, പക്ഷെ അങ്ങനെ ഒന്നല്ല. ഭക്ഷണ അറിഞ്ഞു കൊടുക്കണ ഒരേ കഴിവുണ്ട്. അദ്ദേഹം അങ്ങനെ കിട്ടിയ ഒരാളാണ്. എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും പക്ഷെ അത് ഫാസിൽ ഫുഡ് അല്ല റഫീഖ് ഫുഡ് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പൊ എന്താണ് ഫാസിലിന്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഫാസിലിനെ അറിയാത്ത ഒരു വർക്കുള്ളില്ല ഇവിടെ. ഞങ്ങളുടെ റൂമിൽ തന്നെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഫാസിലാണ്. എന്ത് ചോദിച്ചാലും ഫാസിൽ മാത്രം പറയില്ലോ. അവന് കുക്കിങ്ങിന് റഫീഖ് കഴിഞ്ഞിട്ടുള്ളൂ. ഞാൻ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു ഇവിടെ ആരുടെ കണ്ണായിട്ട് ഉറക്കത്തിൽ ചോദിച്ചാലും പറയും ആരും അടിപൊളി ഫുഡ് ഉണ്ടാക്കുന്ന ചോദിച്ചാൽ റഫീഖ് എന്ന് പറയും. അബുദാബിന്ന് വരെ പറയും. ഞങ്ങൾ ഇവിടെ അജ്മാനുള്ളത്. അജ്മാൻ ഷാർജ ഞങ്ങൾ ഇവിടെ കീഴടക്കിക്കുന്നു. പക്ഷെ അബുദാബിന്ന് വരെ ഞങ്ങൾക്ക് റഫീഖിനോട് ഫാൻസ്. ഫാസിൽ എന്താണ് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഈ ഇതെങ്ങനെ അവക്കാടോ ജ്യൂസ് എങ്ങനെ അടിപൊളിയായിട്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞു കൊടുക്കണം. ഫാസിലിന്റെ റെസിപ്പിയുടെ റിവീൽ ചെയ്യുന്ന ഗൈസ്. കിച്ചന്റെ കോലം എങ്ങനെ കണ്ടിട്ട് ഒന്നും വിചാരിക്കേണ്ട. കാരണം വെച്ചാൽ നമ്മളിപ്പോ കുറെ ആയിട്ട് ഇവിടെ കുക്കിംഗ് ഇല്ല. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മള് എന്നാലും ഞങ്ങളിപ്പോ വൃത്തിയാക്കി എടുക്കുന്നതാണ്. അത് കുക്കിങ്ങുള്ള സംഭവങ്ങളൊന്നും ഇല്ല. അതുകൊണ്ടുള്ള കുറച്ച് പെട്ടെന്നുള്ള ഒരു അറേഞ്ച്മെന്റ്സ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത്ര ചെറിയ കിച്ചൺ ആണെങ്കിൽ ചില ആൾക്കാരുണ്ട് ഇവിടെ. പക്ഷെ എന്നാലും ഫുള്ളായി അടിപൊളിയായിട്ട് പെരുമാറും ഇവിടെ. എത്തിയിട്ടുണ്ട്. ചെക്ക് ചെയ്യാൻ വേണ്ടിട്ടുണ്ട്. ചമ്മാതിനെ വെച്ച് നമ്മള് ചെക്ക് ചെയ്യിക്കുള്ളൂ ഇവിടെ. അയ്യോ അതാണ് തേങ്ങ ഏകദേശം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. തേങ്ങ നമ്മൾ എപ്പോഴും വറുത്ത് തരുന്ന ചിക്കൻ കറി കിട്ടാൻ വേണ്ടിയിട്ട് തേങ്ങ അരച്ചിട്ടുള്ള ചിക്കൻ കറി ഇതാണ് സ്പെഷ്യല്. മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തേങ്ങ അരച്ചുള്ള ചിക്കൻ കറിയാണ്. ബാക്കിയൊക്കെ പത്തിരി പുറത്ത് മേടിച്ചാണ്. നമ്മളിവിടെ ഇത് അവക്കാടോ ഏകദേശം
സെറ്റാക്കി അങ്ങനെ അവക്കടെ മുറിക്കുന്നതും അതിന്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ എടുക്കുന്നത് എത്ര വൃത്തിയായിട്ട് വലിയ രസം ചെയ്യരുത് ഓറഞ്ച് പോകുന്നുണ്ട് ഓറഞ്ച് ചെയ്യ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മളിവിടുത്തെ പ്രവാസികൾക്ക് ആൾക്കാരുടെ നോമ്പർക്കില് ഞങ്ങളെ റൂമത്തെ എങ്ങനെയാണ് ഇതിനെക്കാട്ടി ഞങ്ങൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റത്തെ ഞങ്ങളുടെ ഫസ്റ്റ് 2 വർഷം ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന ടൈമിൽ നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ സോറി ചെറിയൊരു കിച്ചണിൽ നമ്മൾ എത്ര ആൾക്കാർ 1 2 3 4 5 6 ആൾക്കാരുണ്ട് ഇപ്പോൾ ഇവിടെ മൂലക്കാണ് എന്നാലും ഞാനുണ്ട് ഇതില് കണ്ണൂർ ഷെബീർ കണ്ണൂർ അറിയപ്പെടുന്ന 2 ആളെ പേരാണ് ഫസ്റ്റ് കണ്ണൂർ ഷെബീർ ഷെരീഫ് പിന്നെ ഷെബീർ അത് പാട്ട് ഇത് ക്ലാസ്സിൽ പറഞ്ഞു ചെറിയ കുട്ടികളാണ് ഫാൻസ് ഇത് ഈ മറ്റേ സമൂസിന്റെ ഉള്ള ഞങ്ങൾക്ക് എന്ന് മേടിച്ച് ഞങ്ങൾക്ക് ഓർമ്മയില്ല ഈ ഫ്രിഡ്ജില് ഫസ്റ്റ് നോമ്പിനെ തോന്നുന്നു ഈ ഫ്രിഡ്ജ് എന്ന് മേടിച്ചു അന്ന് ഈ സമൂസന്റെ ഓല ഇവിടെ ഉണ്ട് ഇനി 6 മാസം ഉണ്ട് അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും ഇന്നത്തെ ഈ ഒരു നോമ്പിന് ഞങ്ങൾ എന്തെങ്കിലും ഒരു ദിവസം ഉണ്ടാക്കുന്നു നമ്മള് അവക്കാട് ഇവിടെ സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട് ഫുള്ള് കട്ട് ചെയ്ത് ഫുള്ള് സെറ്റ് ആക്കിയിട്ട് നമ്മൾ ചാറിലേക്ക് ഇട്ടു ഇതാണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് പറഞ്ഞ ഫാസിലിന്റെ ഒക്കെ ഒരു സ്പെഷ്യൽ ആണ് ഇത് ലൗക്കാടെ ഒക്കെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഇത് എല്ലാവരും ട്രൈ ചെയ്യാനുണ്ടെന്ന് നമുക്കറിയില്ല പക്ഷെ ഇത് ഞങ്ങള് ഫാസിലിന്റെ ഒരു വെറൈറ്റി റെസിപ്പി ആണ് ഇത് ബൂസ്റ്റ് അടിക്കാന്നാണ് ഫാസിൽ പറയണത് ഇത് നമ്മളെ റോവസ്റ്റ് പായ ഉണ്ട് നാട്ടില് റോവസ്റ്റ് ഇവിടെ നമ്മള് ഫിലിപ്പൈന് പായ എന്നൊക്കെ പറയല് പക്ഷെ ഇത് റോവസ്റ്റ് പായ ആണ് അതിന്റെ അതേപോലെ ഉള്ളതാണ് ഇഷ്ടം പോലെ പാലുണ്ട് ഗൈസ് പേഴ്സണൽ പ്രോപ്പർട്ടിയാ മുറിക്ക് ബ്രോ മുറിക്കാൻ കട്ടുണ്ട് നോക്കിയോളൂ പാല് ആകെ കട്ട പിടിച്ചിട്ടുണ്ട് ഞാൻ ക്ലീനിങ് വെക്കണില്ല ക്ലീനിങ്ങിന് ആള് വരും നമ്മളെ കൂട്ടത്തിൽ വേറെ ആളും കൂടെ ഉണ്ട് അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല അസറിന് പള്ളിയിട്ട് പോയപ്പോ വൈകാതെ അവൻ വരും ഏറ്റവും മുതൽ ലേറ്റസ്റ്റ് വരും നമ്മളെ ചിക്കൻ കറി ഇപ്പൊ എന്തായിട്ടുണ്ട് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കറിയിലേക്ക് ആയിട്ടില്ല നമ്മളെ ചിക്കൻ തിളക്കുന്നുണ്ട് ഇവിടെ റെഡി ആയി വരുന്നുള്ളൂ ഇത് തേങ്ങ അരച്ചിട്ടുള്ള ചിക്കൻ കറി അല്ല ഇത് സോറി റെഡി കറി തേങ്ങ അരച്ചിട്ടുള്ള ചിക്കൻ കറി ഏതാ പകുതി കഷ്ടപ്പാല് ഇനി നമുക്ക് അതെ കുറച്ച് അടിയിട്ട് ഇങ്ങനെ വെള്ളം താക്കി രംഗങ്ങളോട്ടൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത് ഇത് അധികം ശുക്രാ എന്നെ കൂടെ പറ്റും എന്തൊരു കഷ്ടപ്പെട്ട് ഞങ്ങൾ ഇവിടെ ജ്യൂസ് അടിക്കാൻ നോക്കുന്നത് വീഡിയോ കണ്ട് എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ വെറൈറ്റി വീഡിയോകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്
എന്താ സൗണ്ട്? എടാ ഇങ്ങോട്ടാ അങ്ങോട്ട് പൊളിയാതാണ് ഇല്ല അതിന് അങ്ങോട്ട് കണ്ടാ ബുദ്ധിമുട്ടിക്കാം. ഐഡിയകൾ എത്തിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് വരുന്നുണ്ട് ഇപ്പൊ ഒരു ഇവിടെ ഷെബീർ കട്ടായിട്ടുള്ള പാല് ഇവിടെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങൾ നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. ഷെബീർ ഒറ്റക്ക് നിന്നിട്ട് ഒറ്റക്ക് ഞാൻ പൊട്ടിക്കും. ഏത് പർവ്വതങ്ങളും പൊട്ടിക്കുന്നു ഷെബീറിന്. ഈ പാലും കെട്ട വെറും സിമ്പിൾ. ഷെബീർ ഫാൻസ് കണ്ണൂർ എല്ലാരും ഒന്ന് ഷെബീറിനെ സപ്പോർട്ട് ആക്കണം, കമന്റ് ചെയ്യണം. ഒരു തോട്ടം കിട്ടുമോ? ഈ കാട്ടക്കര ഒരു കാട്ടക്കടല്ല, അത് കണ്ണൂരിലെ ഷെബീറാണ്. കണ്ണൂര് പയ്യന്നൂര് മറ്റേതിന്റെ കോളേജിന്റെ ഫ്രണ്ട് കൂടെ ഷെബീർ കൊറേ സൈക്കിൾ നടന്നിട്ടുണ്ട് കപ്പലടി വെക്കാൻ. ആ ഷെബീർ അല്ലത്, ഇത് വേറെ ഷെബീർ. അവിടെ എത്തിയിട്ടുണ്ട്. നമ്മള് നേരത്തെ ചെലവാക്കല്ലേ ആദ്യം ഇതിലടിക്ക്. കട്ടകറുണ്ട്. എന്തിനാ തുടങ്ങിയോ? ശിവനോട് നടക്കും എത്ര പറഞ്ഞാൽ ശിവരാജ് പൊട്ടിച്ചിരിക്കും. പക്ഷെ അപ്പൊ എല്ലാവരും നമ്മള് കാത്തിരുന്ന നമ്മുടെ റൂമിലെ അബൂബക്കർ എത്തിയിട്ടുണ്ട്. അബൂക്ക് ക്യാമറ ഷെയ്യുള്ള ആളാണ്. അതാണ് തിരിച്ചു പോകുന്നത്. റൂമിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഭാവി ഉണ്ടാവും. ഷുഗർ ഇടാനില്ല. ഷമ്മാസിന് കഴിഞ്ഞിട്ട് ആൾക്കാരുള്ളൂ. ഷുഗർ അറിയാൻ പറ്റില്ല. ഷമ്മാസ് കുറച്ച് ഷുഗർ ഇടാറ്. ഷമ്മാസ് ഇവിടെ എത്ര നേരം ഫ്രൂട്ട്സിന്റെ ഒരു പരിപാടിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഷമ്മാസാണ് ഇപ്പൊ ഇതിട്ട് പാല് വെച്ചുകൊണ്ടിരിക്കുന്നത്. റെസിപ്പികൾ കണ്ടുപിടിക്കുന്നത് പാല് വെക്കുന്ന ദൃശ്യങ്ങളാണ്. ഇവരെ പൊട്ടിയൊന്നും നീക്കാക്കല്ല. പണിയായുധങ്ങളൊക്കെ ഹെവി ടൂൾ എടുത്തിന് സാധനമാണ്. ഇതൊക്കെ ഞങ്ങൾ പണി സാധനങ്ങളാണ് രാജാവേ. ഇതൊക്കെ എന്താ എല്ലാ കല്യാണ പേരിലും കാണല്ലേ, എല്ലാ പരിപാടിയിലും കാണും ഒരാളുണ്ട്. നമ്മള് കാര്യങ്ങളൊക്കെ നിർദ്ദേശിക്കുന്നത്. അതാണ് പക്ഷെ നമ്മളെ വേറെ വ്ളോഗിൽ വന്നിട്ടുണ്ട്. കിച്ചന്റെ അറ്റകുറ്റപ്പണികളൊക്കെ തീർക്കാണ്ട് പെട്ടെന്നുള്ളൊരു സെറ്റ് ആക്കിട്ടില്ല. ഫണ്ട് പാസ്സായിട്ടില്ല.
അടിപൊളി. മറുപടി ചാലഞ്ച് മറുപടി വീഞ്ഞേണ്ടി വരും. കട്ടുമറത്ത് വരുന്നതാണ്. വന്നോണ്ടിരിക്കുന്നുണ്ട്. അടിച്ച് കയറി ചിക്കൻ പത്തിരിക്ക് നാട്ടിലുണ്ടാവണം അതേ സെയിം സാധനം തേങ്ങ അരച്ചുള്ള കറിയാണ്, ചിക്കൻ കറിയാണ്. ഇനി നമ്മളത് ജ്യൂസ് തക്കാളി ജ്യൂസ് ഇനി വേറെ ലൈം ഉണ്ട്, നമ്മളെ സ്പെഷ്യൽ ലൈം ഉണ്ട്, ഇഞ്ചി കിട്ടുള്ള വെറൈറ്റി സാധനം. കഴിച്ച അപ്പൊ ഞങ്ങളെ മെയിൻ അതിഥി ബോസ് എത്തിയിട്ടുണ്ട്. മോസ്ക കമോൺ കമോൺ മാഷ്. സോറി മാഷ് അല്ല, മോസ് എത്തിയിട്ടുണ്ട്. നമ്മളെ ഒരേ ഒരു ഗസ്റ്റ് ആണ് മോസ്. മോസ് ബിസി ഫ്രം കണ്ണൂർ. ബൂസ്റ്റ് എനർജി. ഇപ്പൊ നമ്മൾ ഔക്കാട് നമ്മൾ സെറ്റ് ആക്കിയിട്ട് നമ്മള് സെല്ലാച്ചി കയറ്റിയിട്ടുണ്ട്. ഇവിടെ എല്ലാം നമ്മൾ ഔക്കാട് അവിടെ ഇരിക്കുന്നുണ്ട്. സെറ്റ് അടിപൊളി സാധനമാണ്. നെക്സ്റ്റ് നമ്മള് നോമ്പറക്കുമ്പോ തന്നെ നമുക്ക് കുടിക്കാൻ പറ്റിയത് എനർജിക്ക് വേണ്ടി കുടിക്കാൻ പറ്റിയ സാധനമാണ്. അത് ക്ലാസ്സിൽ ഉണ്ടാക്കണ്ടേ ബോസ് ടാങ്ക് പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇഞ്ചിയും ചെറുനാരങ്ങ വെച്ചുള്ള ഒരു ലൈമാണ് ഇവിടെ അടിക്കുന്നത്. തെറ്റാണ്. ഫാസിൽ പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നോക്കേണ്ട ആവശ്യമില്ല. നമ്മള് ചിക്കൻ ഫൈനൽ ടച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. അടിപൊളി കറിയാണ്. ചിക്കൻ കറി ഫിനിഷ് അടിച്ചുകൊണ്ട് റഫീക്ക് ഒരു ഇതോ ചിക്കൻ കറി ഫിനിഷ് ആയില്ല. കറി എങ്ങനെയുണ്ട് ഇനിയിപ്പോ എല്ലാവരും ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങളെല്ലാരും പറയണം കറി എങ്ങനെ ഉണ്ടായിരുന്നു. ഞാനും പറയാം. അപ്പൊ അതിനുശേഷം നമ്മൾ പറയുന്നത് എങ്ങനെയുണ്ടെന്ന്. റഫീഖിന്റെ ദൗത്യം എന്ന് പറഞ്ഞിരുന്നത് ചിക്കൻ കറി ഉണ്ടാക്കലാണ്. മനുഷ്യനെ അടിപൊളി ചെയ്തിട്ടുണ്ട്. ഇവിടെ കഴിക്കാൻ ഇവിടെ ഒരു ടീം ഇവിടെ സെറ്റായി നിൽക്കുന്നുണ്ട്. ഇവിടെ വാങ്ങിട്ട് വിളിച്ചാൽ മതി, അപ്പൊ തന്നെ നമ്മൾ കഴിക്കുന്നു. ആ ലെവലിലേക്കാണ് ഇവിടെ. നാരങ്ങ നല്ല പിഴിയുണ്ട് ഫാസ്റ്റില്. നാരങ്ങ പീണ പോലെ ഇരിക്കും നാരങ്ങന്റെ ഇതിന്റെ ടേസ്റ്റ്. അതാണ് ഫാസ്റ്റിൽ പറയുന്നത്. വെള്ളം നാരങ്ങ വെള്ളമല്ലേ, നാരങ്ങ ലൈം ഉണ്ടാക്കാൻ വേണ്ടി ഷമ്മാസ് എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ലൈം ഉണ്ടാക്കുന്ന ആള് ഷമ്മാസാണ്. പിന്നെ നമ്മൾ കാണുന്നത് ഇങ്ങനത്തെ ഓരോ ഫുഡിൻ്റെ പരിപാടി. ഫുഡ് ഉണ്ടാക്കുന്നത് വരെ ഇവിടെ നിന്ന് തൊട്ടില്ല ഉണ്ടാകും. എല്ലാവരും നോമ്പോറ്റുകൊണ്ട് ഫുഡിൻ്റെ പരിപാടികളായിട്ട് ഫൈനലായിട്ട് ഇപ്പോൾ ഷമ്മാസിൻ്റെ നാരങ്ങ വെള്ളം സെറ്റ് ആക്കണം. വെറൈറ്റി സ്പെഷ്യൽ ആയിട്ടാണ് നാരങ്ങ വെള്ളം ഇവിടെ ലൈം, നാരങ്ങ വെള്ളം എന്ന് പറയും, ലൈം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ സാധനമാണ് ഷമ്മാസിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടാണിത്. നോമ്പറക്കള നമ്മളെ റൂമിലത്തെ ഹാളാണിത്. നോമ്പറക്കള പരിപാടി സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാം കഴിഞ്ഞ് ഇനി നമുക്കിത് വിരിക്കാനുള്ളൂ. വിരിച്ചിട്ട് കുപ്പറാണിത്. കുപ്പറ വിരിച്ചിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ നിരത്തി വെക്കും. ഇത് കട്ട് ചെയ്യാനുള്ളത് തപ്പിക്കൊണ്ടിരിക്കുന്ന മാസ്ക് അല്ല സാധനം കിട്ടി കഴിഞ്ഞാൽ ഗൈസ് സാധനം കിട്ടിയിട്ടുണ്ട്. ഇത് പൈസ നമ്മളുമായി നമ്മളെ ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ മാസ്ക. ഗസ്റ്റിനെ കൊണ്ട് പണിപ്പിക്കില്ല, പക്ഷെ മൂപ്പർക്ക് ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പണിയെടുക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. ഭൂരിഭാഗം ആളും ഇവിടെ ഡയറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ പൊരിക്കടി സാധനങ്ങളൊന്നും സെറ്റാക്കുന്നത്. ഇവിടെ പൊരിക്കടി ഓവർ കഴിക്കാതിരിക്കുന്നത് നല്ലത്, നമ്മളെ ഹെൽത്തിന് നല്ലതാണത്. ഈ കാണുന്ന കൊട്ടൻ്റെ അടിയിലാണ് നമ്മൾ
ഈ ടീപ്പറിൽ നമ്മൾ ഗ്ലാസ്സിൽ വെക്കല്, ഗ്ലാസ് എടുക്കണമെങ്കിൽ നമ്മൾ ജ്യൂസൊക്കെ കുടിക്കുന്ന ജ്യൂസ് ഐറ്റംസുകളൊക്കെ ഇവിടെ ഇതാ വത്തക്ക ഉണ്ട്. അതുപോലെ തന്നെ മുന്തിരി, ബ്ലാക്ക് മുന്തിരി, വത്തക്ക, പിന്നെ ഇതുണ്ട് മുസമ്പി ആൻഡ് ആപ്പിൾ, പിന്നെ ജ്യൂസ് ഉണ്ട്, അവക്കാഡോ ജ്യൂസ് ഉണ്ട്, പിന്നെ ലൈമുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസ് ഉണ്ട്. ഇതാ ഗ്ലാസ് നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. 7, 8, 9, 10 ഗ്ലാസ് കൊണ്ടുവരും. ഈത്തപ്പഴം നിരത്തി വെക്കുന്ന മൂസ്. ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന ആളെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ വ്ളോഗ് കണ്ടിട്ട് മനസ്സിലാവും ആരെന്ന്. ജീവനാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും സെറ്റായി ഇരുന്നിട്ടുണ്ട്. നമ്മളെ കുറേ കാലത്തിന് ശേഷം ഇങ്ങനത്തെ ഒരു സെറ്റ് നമ്മൾ കാണുന്നത് നോമ്പത്തിൽ. എല്ലാവരും ഉണ്ട്. ബാങ്കിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണ നോമ്പുള്ള ആൾക്കാർ. ഓസ്ക, ഫാസിൽ, ഷെബു, അബൂബക്കർ, റഫീഖ്. നമ്മൾ ഈ ബാങ്ക് കാത്തിനായിട്ടുള്ള ഇരുത്തം എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള ഒരു വിഷയമുള്ളവർക്ക് പറ്റുള്ളൂ. എല്ലാവർക്കും പറ്റൂട്ടോ. രണ്ടാളും കൂടെ വരാണ്ട് നഷീദ്ക്കും ഷഹീറും കൂടെ വരാണ്ട്. അവർ കിച്ചണിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാണ്. നഷീക്ക് വരുന്നുണ്ട്. ജ്യൂസ് ഇട്ട് നഷീക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ അവക്കാഡോ ജ്യൂസാണത്. ശരി കൊണ്ട് വേണ്ട. എല്ലാരും അറിയാതെ എല്ലാരും ബാങ്ക് കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ആക്കാണ്. ബാങ്ക് കൊടുക്കാതെ ആരും കഴിക്കാണ്ട് തിന്ന് കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഇവിടെ ഒരു വെള്ളം ഇത് തട്ടുള്ള വകുപ്പ് വരുന്നുണ്ട് ഇവിടെ മക്കളെ. മിക്കവാറും ഞാൻ തന്നെ മിക്സ് ആക്കി വെക്കാൻ വേണ്ടി പറയാണ്. എല്ലാരും നോമ്പറക്കായിരിക്കും. എപ്പോ ബാങ്ക് കൊടുക്കും? എന്ത് ഷെബീറിന് പ്രത്യേകിച്ച് എന്ത് കേട്ടോന്നൊക്കെ പറയണ അറിയാം. ഷെബീർ അജി എന്താ നോമ്പറിന് ഈ കാത്തിരിക്കണ ഇതുണ്ടല്ലേ, എന്തായാലും സുഖം നല്ല സുഖം പറഞ്ഞത്. എല്ലാരും ബാങ്ക് വെയിറ്റ് ചെയ്ത് നിക്കാണ്. മോസ്കൻ നോമ്പിനെ പറ്റിയുള്ള മോസ്കന്റെ അഭിപ്രായം പറഞ്ഞു. മോസ്ക എത്ര വർഷമായി ഇപ്പൊ ഇവിടെ നാട്ടിലിപ്പോ എത്ര ആളായി നോമ്പ് പറഞ്ഞിട്ട്? നോമ്പ് കൂടിയിട്ട് കാര്യത്തിലേ എന്ത് നാട്ടില് നോമ്പ് കൂടിയിട്ട് എത്ര കാലമായി? ഇപ്പൊ നാട്ടില് കൂടിയിട്ട് ഇപ്പൊ 2 വർഷമായി. 2023 കൂടിയപ്പോ എന്നാലും നമ്മള് കൊറേ കൂടിയിട്ട് 3-4 വർഷം നമ്മള് കൂടി. അന്ന് ഇവിടെ തന്നെയാണ്. ഞാനും ഉള്ളേ. ഞാനും 14 കൊല്ലത്തിന്റെ ഇടയ്ക്ക് ആദ്യമായിട്ട് ഞാൻ കഴിഞ്ഞ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 14. നമ്മളൊക്കെ തന്നെ നമ്മള് നോമ്പിന് പോയിട്ടില്ല ഇതുവരെ. അതാണ് ഒന്നാമത്. ഇവിടെ നാട്ടിലാണ് അടിപൊളിയാണ്. കാര്യങ്ങൾക്കൊക്കെ ഭക്ഷണം നാട്ടില് അത് നാടന്നെ. അതൊരു ഓളാണ്. പള്ളിയും പോയി കാര്യങ്ങള് സുഹൃത്ത് ബന്ധുക്കൾ ആരും സംസാരിക്കാൻ ബാങ്ക് കൊടുക്കുന്നുണ്ട്. ബാങ്ക് കൊടുക്കുന്ന നോമ്പെടുക്കണം. ബാങ്ക് കൊടുത്തിന്
നോമ്പെടുക്കട്ടെ ഗൈസ്. ചെമ്മാച്ചൻ ജ്യൂസ് അളവ് ഒഴിച്ചു കൊടുക്കണോ ചെമ്മാച്ചൻ? വെറുതെ കൊളാക്കിയായി ഞാൻ ഇന്നത്തെ കളഞ്ഞ കൊറേ നേരം ചമ്മാതി ആവിയായി പോയിക്കണെന്ന്. പക്ഷെ ജ്യൂസ് അടിപൊളി ആയിക്കടാ, നല്ല രസമുണ്ട്. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒഴിച്ചു വെച്ച് ചമ്പാത്തി കുടിക്കാൻ വേണ്ടിട്ട് ഗൈസ്. ഇനി നിസ്കരിക്കാൻ പോണേ. മോശം നമ്മളെ മാവ് ശരിയാണ് സെറ്റ് ആക്കിയിട്ടുണ്ട്. നിസ്കരിച്ച് വരാം. അപ്പം നമ്മൾ നെക്സ്റ്റ് ഫുഡ് അടിക്കുള്ള സാധനം നിരത്തിയിട്ടുണ്ട്. ഇവിടെ നിരത്തി വെച്ചാണ്. നെക്സ്റ്റ് നമ്മൾ പത്തിരിയാണ്. പ്ലേറ്റ് നമ്മൾ കഴുകണം. പ്ലേറ്റ് കഴുകാൻ വേണ്ടിയിട്ട് ചമ്മാച്ച പോകുന്നുണ്ട്. ഇവിടെ തലാരും പിടിക്കുന്നുണ്ട്. പ്ലേറ്റ് കഴിക്കണ്ടേ? പ്ലേറ്റ് വേണം ഗൈസ്. പ്ലേറ്റ് കഴിക്കാത്ത പരിപാടി എടുക്കണം. ചമ്മാച്ച പ്ലേറ്റ് എങ്ങനെയാടാ? 7 പ്ലേറ്റ് ഉള്ളൂ. ഡിസ്പോസിബിൾ പ്ലേറ്റ് ഉണ്ട് അവിടെ. പക്ഷെ നമ്മളെ പത്തിരി പൊട്ടിക്കാണ്ട് ബിസ്മില്ല. പത്തിരിയാണ് അപ്പൊ നമ്മളത്. ഇതിന്റെ അവിടെ തമാറിന്റെ പത്തിരി, തമാറിന്റെ പത്തിരിയാണ് കേസ് നമ്മളിവിടെ യൂസ് ആക്കണത്. ആ ഇല്ലില്ല, പത്തിരി നിരത്തിയിട്ടുണ്ട്. ഒരു പാക്കറ്റ് തന്നെ 25 പത്തിരികൾ വരുന്നുണ്ട്. 125 മൊത്തം 60 ദിവസമായി. നമ്മൾ ചിക്കൻ കറി എത്തിയിട്ടുണ്ട്. റഫീഖിന് ചിക്കൻ കറി കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ചിക്കൻ കറി തുറന്ന 75 ശമാന പ്ലേറ്റ് കൊടുന്ന് വെച്ചോ. കഴിയുള്ളൂ പ്ലേറ്റ്. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. പത്തിരിയും ചിക്കൻ കറിയും. മാഷാല്ലാ അടിപൊളി ടേസ്റ്റുള്ള പത്തിരിയാണ്. നല്ല നൈസ് പത്തിരിയാണ്. കുറേ നാട്ടിൽ നിന്നുള്ള ടൈമിലാണ് നമ്മളൊക്കെ ഇങ്ങനെ പത്തിരി കൂട്ടിയിട്ട്. പത്തിരി ഇവിടെ ഉണ്ട്, പക്ഷെ നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ വേറെ രസം തരാം. കഴിക്കാൻ വേണ്ടി പോവാണ്. മാഷാല്ലാ പത്തിരി ഇട്ടിട്ട് കഴിക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നമ്മളിങ്ങനെ തട്ടിക്കൂട്ടി എടുത്തിട്ട് വ്ളോഗാണ്. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ പ്രവാസികളുടെ ഒരു നോമ്പറക്കൽ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കാണുക. കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആണ്, പറ്റുന്നവർക്ക് കാണാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്താണ് പറ്റുന്നുണ്ട്. നിങ്ങൾ ഇതേമാതിരി നമ്മൾ ഓരോ വീഡിയോസ് പ്രവാസികൾ വേണ്ടിയിട്ട് വരുന്നതാണ്. ഇൻഷാ അല്ലാഹ് കാണാം. ഓക്കെ, ബൈ.